വചനചിന്തയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വചനചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വചനത്തിൽ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്ന് ദൈവം പിശാചിനോട് പറഞ്ഞതായി കാണുവാൻ കഴിയുന്നു. ദൈവം മനുഷ്യനെ തൻ്റെ സ്വന്തം ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനോട് കൂടെ നടക്കുന്നത് കണ്ടപ്പോൾ പിശാച് തന്ത്രപൂർവം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന കേട്ടനുസരിക്കാതെ പിശാചിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് പാപം ചെയ്തപ്പോൾ അവൻ സ്വയം ദൈവകോപവും ശാപവും വരുത്തി വയ്ക്കുകയും ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന സമയത്ത് ദൈവം പിശാചിനോട് പറയുന്നതാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ തല തകർക്കും എന്ന് അറിഞ്ഞ പിശാച് ഓരോ മനുഷ്യനെയും പാപത്തിൽ വീഴ്ത്തിക്കൊണ്ടിരുന്നു. മനുഷ്യൻ ദൈവത്തോടു കൂടെ നടന്നാൽ അത് തൻ്റെ തല തകരുവാൻ കാരണമാകും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനെയും പാപത്തിൽ വീഴ്ത്തുവാനുള്ള പദ്ധതികൾ അവൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു. 53-ാം സങ്കീർത്തനം 3-ാം വചനത്തിൽ ഇങ്ങനെയായി പറയുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. പിശാച് തൻ്റെ തലയ്ക്ക് തകർച്ച വരാതിരിക്കുവാൻ എല്ലാവരെയും തൻ്റെ തന്ത്രത്തിൽ വീഴ്ത്തിക്കളഞ്ഞപ്പോൾ, എല്ലാവരെയും പാപത്തിന് അടിമകളാക്കി മാറ്റിയപ്പോൾ പിശാചിൻ്റെ തലയെ തകർക്കുവാൻ വേണ്ടി പിശാചിന് തൻ്റെ തന്ത്രത്തിൽ വീഴ്ത്തുവാൻ കഴിയാത്ത ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് വളർന്ന ശേഷം ഗോൽഗോഥായിൽ വെച്ച് പിശാചിൻ്റെ തലയെ തകർക്കുന്നു. ആ കുഞ്ഞ് ആരെന്ന് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തന്നെയാണ്. തൻ്റെ ക്രൂശ് മരണത്താൽ ലോകത്തിന് മുഴുവൻ രക്ഷ കൊണ്ടുവന്ന് പിശാചിൻ്റെ തന്ത്രത്തെയും അവൻ്റെ തലയും യേശു തകർത്ത് കളഞ്ഞു. യേശുവിൻ്റെ മുൻപിൽ പിശാച് ഇപ്പോൾ തല തകർക്കപ്പെട്ടവനാണ്. ഇന്നും നിങ്ങളുടെ മുൻപിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും മേഖലകളിൽ പിശാചിൻ്റെ തല ഉയർന്നു നിൽക്കുകയാണെങ്കിൽ യേശുവിനെ ദൈവമായി വിശ്വസിക്കുകയും ക്രിസ്തുവിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ യേശു പിശാചിൻ്റെ തല തകർത്തതുപോലെ തന്നെ നിങ്ങൾക്കും പിശാച് നിങ്ങളുടെ മുന്നിൽ ഉയർത്തിവെച്ചിരിക്കുന്ന വെല്ലുവിളികളെ തകർക്കുവാനും അവയെ ജയിക്കുവാനും സാധിക്കും. നിങ്ങളുടെ മേൽ പിശാചിന് ഒരധികാരവും ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെയും പിശാച് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെയും തകർത്ത് മുന്നേറുന്നവരായി തന്നെ മാറും. കാരണം യേശുവിനെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവൻ ദൈവമകനാണ്. ദൈവമക്കളാകുമ്പോൾ ദൈവിക അധികാരവും അവർ പ്രാപിക്കുന്നു. ആ അധികാരം ഉള്ളവൻ്റെ മുൻപിൽ പിശാച് തകർന്നു പോകുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.